ഒരിക്കൽ നാരദ മഹർഷി ഒരു പഴവുമായി കൈലാസത്തിലെത്തി. ഇത് ജ്ഞാനപ്പഴമാണ്, വിജ്ഞാനത്തിന് വേണ്ടിയുള്ള അമൃതായി കണക്കാക്കപ്പെടുന്ന പഴമാണ് എന്ന് പറഞ്ഞു. തൻ്റെ പുത്രന്മാരായ ഗണപതിക്കും കാർത്തികേയനും തുല്യമായി കൊടുക്കുവാൻ വേണ്ടി മഹാദേവൻ പഴം മുറിക്കാൻ തുടങ്ങിയപ്പോൾ പഴത്തിൻ്റെ അമൂല്യശക്തി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് നാരദർ അത് തടഞ്ഞു. വിഷമഘട്ടത്തിലായ പരമശിവൻ പഴം ബുദ്ധിമാനായ മകന് നൽകുന്നതിന് വേണ്ടി ഒരു മത്സരം വെച്ചു. ഈ ലോകത്തെ 3 പ്രാവശ്യം വലം വെച്ച് വരുന്നത് ആദ്യം ആരാണോ അവർക്ക് ഈ പഴം നൽകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ കാർത്തികേയൻ തൻ്റെ മയിലിൻ്റെ പുറത്ത് കയറി യാത്രയായി. എന്നാൽ ഗണപതി തൻ്റെ മാതാപിതാക്കളായ ശിവനും പാർവതിയും ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയും ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവരുമാണ് എന്ന വിശ്വാസത്താൽ അവരെ 3 തവണ വലം വെച്ചു. തൻ്റെ മകൻ്റെ ഭക്തിയിലും വിവേകത്തിലും സന്തുഷ്ടനായ മഹാദേവൻ ജ്ഞാനപ്പഴം ഗണപതിക്ക് നൽകി. കാർത്തികേയൻ തിരിച്ചു വന്നപ്പോൾ തൻ്റെ പ്രയത്നം വെറുതെയായി എന്നറിഞ്ഞ് ക്രുദ്ധനായി. ദേഷ്യവും വിഷമവും വന്ന കാർത്തികേയൻ കൈലാസപർവ്വതത്തിൽ നിന്നും പോവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പഴനിമലയിലെത്തുന്നത്.